ഹലോ ഗായ്സ്, എല്ലാ കൂട്ടുകാർക്കും മലയാളി ക്രീപ്പർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലെറ്റ്സ് ഡു എന്ന് പറയുന്ന സർവൈവൽ സീരീസിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഒരു വുഡ് ഫാം ഉണ്ടാക്കണം, അതാണ് മെയിൻ. പിന്നെ കുറച്ച് പ്രോഗ്രസ്സുകൾ വരുത്തിയിട്ടുണ്ട്, അത് ഞാൻ ഇന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് നമ്മൾ ഇവിടുന്ന് ചേരുമ്പോൾ ഞാൻ ഇവിടെ വാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, ചുറ്റും മതിൽ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, ഒരു സിമെട്രി വരാത്ത രീതിയിലാണ് നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണേ. എനിക്കറിയില്ല അത് എത്രത്തോളം നന്നായിട്ടുണ്ടെന്ന്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടു എന്ന്. അതേപോലെ തന്നെ നമ്മുടെ എൻട്രൻസ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചുമ്മാ ഒന്ന് സെറ്റ് ചെയ്തതാണ്, അപ്പോഴാണ് ഈ ഒരു ഷേപ്പിൽ വന്നത്. പിന്നെ നമ്മൾ സ്റ്റെയർ അവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ലോഗോ വെച്ചിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലാബ് മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ വരുത്തിയ പ്രോഗ്രസ്സുകൾ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറ്റാവുന്ന കൂട്ടുകാരൊക്കെ വീഡിയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, എല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മുടെ കയ്യിലിപ്പോൾ 12 സാപ്ലിംഗ് ഉണ്ട്. ഇത് ഞാൻ അറ്റത്ത് പോയിട്ട് കുറേ കണ്ടുപിടിച്ചെടുത്താണ്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഏരിയയിലാണ് വുഡ് ഫാം ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് ഇതൊന്ന് നമുക്ക് പ്ലെയിൻ ആക്കാം. വാട്ടർ ബക്കറ്റ് ഉപയോഗിച്ചത് ഒന്ന് പ്ലെയിൻ ആക്കാം. ഇവിടെ നിൽക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് മാറ്റി വൃത്തിയാക്കാം. സൺഫ്ലവറാണ് കേസ് ഏറ്റവും കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് പിന്നെ ഉപകാരമായി പണിയാം. നമ്മൾ ഇതുവരെ വില്ലേജിലൊന്നും പോയി നോക്കിയിട്ടില്ല കേട്ടോ. അവിടുത്തെ എന്താ ഇത് 2 എണ്ണത്തിന് പൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരു വില്ലേജർ ബ്രീഡർ ആയാലോ എന്നാണ് ആലോചിക്കുന്നത്. ഞാൻ ഇവിടെയൊക്കെ ഒന്ന് പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കുഴിയായിരുന്നു, അതൊക്കെ നമ്മൾ ഡയറക്റ്റ് വെച്ചിട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ കൊടുക്കാം. ഇത് ആവശ്യം വരുമോയെന്ന് അറിയില്ല, എന്നാലും ഒരു ഔട്ട്ലൈൻ ചെറുതായിട്ട് നമ്മൾ കൊടുക്കാം. പോർട്ടബിൾ സൈറ്റ് ബ്രിക്ക് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് സ്ലാബ് വയ്ക്കണം. കാരണം മോബ്സ് ഒന്നും അകത്തേക്ക് കടക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ഒരു 10x10 അല്ലെങ്കിൽ 11x11 തോന്നുന്നുണ്ട്. ഞാൻ അത് വെറുതെ ചുമ്മാ ചെയ്യണമെന്നുള്ളൂ. ബിരിയാണി വരച്ചിട്ട് കണക്കൊന്നും കൂട്ടണില്ല. ഓക്കെ, ഇവിടെ നമുക്ക് നേരെ അങ്ങോട്ട് കണക്ട് ചെയ്യാം. നമ്മളങ്ങനെ അത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് വാട്ടർ ബക്കറ്റ് വെച്ച് നിറയ്ക്കണം. പിന്നെ ഒരു കളക്ഷൻ ഏരിയ പണിയാം. സോ ആദ്യം വാട്ടർ ബക്കറ്റ് വെച്ച് നിറച്ചിട്ട് ഗൈസ് നമ്മൾ വാട്ടർ ബക്കറ്റ് നിറച്ച് സെൻറ്റർ ഏരിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ അത് നമുക്കൊരു കളക്ഷൻ ഏരിയ ആക്കി മാറ്റാം. ഇവിടെയാണ് സെൻറ്റർ. ഓക്കെ, അങ്ങനെ നമുക്ക് ഇത് കളക്ഷൻ ഏരിയ പറയാം. അപ്പോൾ നമ്മളൊരു ഇത്ര പോകണ്ട, അത് സ്റ്റോണാണ്. എൻ്റെ കയ്യിലാണ് ഈ പിക്കാക്സ് ഇല്ല ഗൈസ്, ഞാൻ പിക്കാക്സ് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് വെച്ച് ഈ ഒരു ലെയർ മതിയാവും. ചിലപ്പോൾ ഈ സാധനം ബ്രേക്ക് ആവും ഗൈസ്. അത് ബ്രേക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അധികം ഒന്നും എത്തിക്കാത്തത്. നല്ലോണം താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ റണ്ടർ എത്തിയില്ലെങ്കിൽ അത് ചിലപ്പോൾ ബ്രേക്ക് ആയി പോകും. ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്കൊരു സ്റ്റെയർ ഇടാം. അവിടെ നിന്ന് വാട്ടർ ബക്കറ്റ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തൽക്കാലം നമ്മൾ ഇത് സ്റ്റെയർ ആക്കാനാണ്. ഭാവിയിൽ നമ്മൾ എപ്പിസോഡിൽ നമ്മൾ ഇത് ലാഡർ ആക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ചിലപ്പോൾ മറന്നു ഗൈസ് ആ കാര്യം. ഇൻഫിനിറ്റ് വാട്ടർ സോഴ്സ് എടുക്കാം. നമ്മൾ വാട്ടർ എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം അറ്റത്ത്. അപ്പോൾ അവിടെ നിന്ന് കറക്റ്റായിട്ട് വരും. സാപ്ലിംഗ് എല്ലാം സെൻറ്ററിൽ കൂടെ വീഴുമ്പോൾ സാപ്ലിംഗ് വുഡൊക്കെ നേരെ ഇതിൽ കൂടെ വന്നിട്ട് ഇവിടെ നമ്മൾ ഹോപ്പർ വയ്ക്കും. പിന്നെ ഒരു ചെസ്റ്റും വയ്ക്കും. അപ്പോൾ ഹോപ്പറിൽ സാധനങ്ങളൊക്കെ ഒന്ന് കളക്റ്റ് ആവും. അതാണ്. പിന്നെ ഇവിടെ നമുക്ക് ലാഡർ സെറ്റ് ചെയ്യണം. അത് ഞാൻ സെറ്റ് ചെയ്യാം ഓഫ് ക്യാമറയിൽ നിന്ന് ഗ്രൈൻഡ് ചെയ്തോളാം. അതൊക്കെ നമ്മൾ ഹോപ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ചെസ്റ്റും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അവിടെ ചെന്നിട്ട് സംഭവം വയ്ക്കാം. ഇവിടുന്ന് അധികം ദൂരമൊന്നുമില്ല, ജസ്റ്റ് ഒരു 100 ഒരു ഇത് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ.
ഓക്കെ, ഇവിടെ ഒരു വാണ്ടറിങ് ട്രേഡർ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിൽക്കണ്ടാവും. അപ്പോൾ എനിക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ് ബ്ലോക്കാണ്. കാരണം മോസ് ബ്ലോക്ക് വെച്ചിട്ട് നമുക്കൊരു ബോൺ മീൽ ഫാം ഉണ്ടാക്കാം. സോ എനിക്ക് ആവശ്യം അതാണ്. ഇവിടെ ഹോപ്പർ വയ്ക്കുമ്പോൾ ഒരു ബ്ലോക്ക് മൈൻ ചെയ്യേണ്ടി വരും. ഓക്കെ, മൈൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ മൈൻ ചെയ്യണം, കാരണം ഇവിടെ ചെസ്റ്റ് വെച്ചിട്ട് നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ചെസ്റ്റ് വയ്ക്കാം, ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഹോപ്പർ വയ്ക്കാൻ ഇത്തിരി ടാസ്ക് ആയിരിക്കും. ഹോപ്പർ വയ്ക്കാൻ ഇത്തിരി ടാസ്ക് ആയിരിക്കും, എന്നാലും നമുക്ക് വെച്ച് നോക്കാം. ഓ, അതിൻ്റെ മണ്ടയ്ക്കാണ് പോയത് ഗൈസ്. എന്താ പറയുക അവസ്ഥ. വയ്ക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഈ വെള്ളം ഒരു മിനിറ്റ് ഇട്ടാ, ഞാൻ ഈ വെള്ളം ഒന്ന് എടുത്ത് മാറ്റട്ടെ. ഈ വെള്ളം ഒന്ന് എടുത്ത് മാറ്റണം ഗൈസ്. ഓക്കെ, ഞാൻ അങ്ങനെ വെള്ളം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സുഖമായിട്ട് സ്നേക്ക് ചെയ്തിട്ട് നമ്മുടെ ഹോപ്പർ വയ്ക്കാം. ഹോപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ വഴി ഒന്ന് സെറ്റാക്കാം. ഇനി നമുക്ക് വെള്ളം പഴയ പോലെ തന്നെ തിരിച്ചു വെക്കണതിന് മുമ്പ് ഇവിടെ 3 ബ്ലോക്ക് ഇത് 4ാമത്തെയാണ്. സോ ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ 3 ബ്ലോക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഓക്കെ, നമ്മൾ മൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ വാട്ടർ കറക്റ്റ് അവിടെ തന്നെ പ്ലേസ് ചെയ്യാം. കറക്റ്റായിട്ട് അവിടെ തന്നെ വന്ന് നിന്നോളും. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. സോ എൻ്റെ അയണിൻ്റെ പിക്കാക്സ് എടുത്ത് നമുക്കൊന്ന് ഒഴുക്കി വിട്ട് നോക്കാം. പിക്കാക്സ് എടുത്ത് വിട്ടിട്ടുണ്ട്. പേരിൻ്റെ നോക്കാം. ഓക്കെ ഗൈസ്, പിക്കാക്സ് വന്നു. ഓക്കെ, അപ്പോൾ അത് സക്സസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ലാണ്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഒരു സംഭവം സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരാം. ഞാൻ ഇവിടെ നിന്ന് ബോൺ വീൽ എടുത്തിട്ടുണ്ട് 6 ഇവിടെ നമുക്കൊന്ന് ബോൺ വീൽ നോക്കാം. 1 2 4 5 ഗൈസ്, ഇത് വലുതാവണില്ല ഗൈസ്. 6 പോരാത്ര അതിനെ. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് ഒരു ഏരി സെറ്റ് ചെയ്യട്ടെ കേട്ടോ, മുകളിൽ നിന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളിവിടെ നിന്ന് ലാഡർ വെച്ചിട്ട് അതിലും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മതിയാവോന്ന് അറിയില്ല. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് AFK നിൽക്കട്ടെ കുറച്ച് നേരം. അപ്പോൾ ഗൈസ്, നമ്മുടെ മരം വളർന്നു വന്നിട്ടുണ്ട്. പക്ഷേ ഇതിന് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ ഹൈറ്റ് നമുക്ക് കൂട്ടേണ്ടി വരും. ബ്ലോക്കിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടട്ടെ ഞാൻ. അത്യാവശ്യം വലിയ മരം തന്നെയാണ്. അത്യാവശ്യം സാപ്ലിങ് കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ നമുക്കത് നോക്കാം. ഞാൻ ഈ ബ്ലോക്കിൻ്റെ ഹൈറ്റ് ഒന്ന് കൂട്ടട്ടെ ഗൈസ്. ഒരു 12 ബ്ലോക്ക് ഹൈറ്റ് ഉണ്ടാവും. അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ വെച്ച് പോരാം. എൻ്റെ മുകളിൽ ബ്ലോക്ക് പ്ലേസ് ചെയ്യാം. പ്ലേസ് ആണെങ്കിലും ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കണക്ട് ചെയ്യാം. ഇനി ഇത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ഇനി കംപ്ലീറ്റ് ചെയ്ത് മൈൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് 3 ഞാൻ പറഞ്ഞാൽ തന്നെ വില്ലേജർ ബ്രീഡറാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വില്ലേജുള്ള കാരണം എളുപ്പമായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ മെയിനായിട്ട് ഈ വുഡ് എടുക്കണത്. കാരണം അധികം റിസോഴ്സസ് ഇല്ല നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ബ്ലോക്ക് ആണെങ്കിൽ തന്നെ മൈൻ ചെയ്തെടുത്തോണ്ട് വരണം. സോ അതിനെക്കാട്ടും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ വുഡ് തന്നെയാണ്. നമുക്ക് ഇവിടെ അടുത്ത് തന്നെ കിട്ടുമ്പോൾ നമ്മൾ വേറെ അതിൻ്റെ ആവശ്യമൊന്നും വരില്ല. വേഗം ഒന്ന് മൈൻ ചെയ്യാം. അത്യാവശ്യം നല്ല ഒരു വീട് പോലെയാണ് ഗൈസ് ഈ മരത്തിൻ്റെ ഉള്ളിൽ. സ്പ്രൂസ് ഉണ്ടാണ് തോന്നുന്നത് എല്ലാവരും. അതുപോലെ തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ ഇത് വുഡും കിട്ടും. ആർക്കും ഈ സ്പ്രൂസ് ബയോം ഇഷ്ടമല്ല, പക്ഷേ സ്പ്രൂസ് എന്ന് പറയുന്ന വുഡ് എല്ലാവർക്കും ഇഷ്ടമാണ്. മറ്റേ മെയിനായിട്ട് ബിൽഡുകളിലൊക്കെ മെയിനായിട്ട് അടിപൊളിയായിട്ട് വരുന്നത് ഇത് സ്പ്രൂസാണ്. നമ്മളങ്ങനെ താഴ്ത്തെത്തിയെന്ന് തോന്നുന്നു. നമ്മളെല്ലാം അങ്ങനെ വെട്ടി വരുന്നുണ്ട് ഗൈസ്. നമ്മളങ്ങനെ അത് കംപ്ലീറ്റ് വെട്ടി മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇനി ചെസ്റ്റ് എടുത്ത് നോക്കാം എന്തോരം കിട്ടിയെന്ന്. ഏകദേശം
ഓക്കെ, 2.5 സ്റ്റാക്ക് അടുപ്പിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു മരം മുറിച്ചപ്പോൾ തന്നെ നമുക്ക് 2.5 സ്റ്റാക്ക്. അതിൽ തന്നെ സാപ്പിളിങ് 15 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റിക്കും ഇതാ കളക്ഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കൂടെ. സോ നമ്മുടെ വുഡ് ഫാം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് തന്നെ പോകുന്നു. നമ്മുടെ ഡേർട്ട് ഇവിടെ വെച്ചൊന്ന് പൊട്ടിച്ചായിരുന്നു, അത് നമ്മൾ തിരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇതൊക്കെ ചെയ്യണം. സാപ്പിളിങ് 4 എടുത്തിട്ട് ഒന്നുകൂടി പ്ലാന്റ് ചെയ്ത് വെക്കട്ടെ. ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീണ്ടും വരാവുന്ന പ്രതീക്ഷയോടെ. ടാറ്റാ ബൈ ബൈ.